എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കേരളത്തിലെ NH-66 വർക്കുകൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ടോൾ പ്ലാസയുടെ വാർത്തകളാണ് ഇന്ന് ഇടം പിടിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ആലപ്പുഴ റൂട്ടിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ആലപ്പുഴ എറണാകുളം ദേശീയപാതയ്ക്ക് 3 ടോൾ വരും, അല്ലെങ്കിൽ ടോൾ പ്ലാസകൾ വരും എന്നുള്ളതാണ്. ഓച്ചിറയിലും ടോൾ ബൂത്ത് ഉണ്ട് എന്നുള്ളതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്രയ്ക്ക് 13 ചുങ്കം പിരിക്കുമെന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ടോൾ ബൂത്തുകൾ നമുക്ക് അങ്ങനെ ഡീറ്റെയിലേക്ക് പോകാം. അതിനു മുന്നോടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. ദേശീയപാത 66 കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയായ കാരോട് വരെ ഏകദേശം 645 കിലോമീറ്ററാണുള്ളത്. ആ ഒരു യാത്രയ്ക്ക് 13 നമുക്ക് ടോൾ കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. റോഡിന് മീതെയും ഇരുവശങ്ങളിലുമായുള്ള ടോൾ ബൂത്തുകളുടെ പണിയാണ് ദേശീയപാത അതോറിറ്റി അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്കുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉടൻ ഉണ്ടാകും അല്ലെങ്കിൽ സ്ഥാപിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ദേശീയപാത 66 12 അനുബന്ധമായിട്ടുള്ള, അതായത് അരൂർ തുറവൂർ 12.25 കിലോമീറ്റർ ഉയർപ്പാതയിലെ എരമല്ലൂരിലും ടോൾ ബൂത്ത് ഉണ്ടാകുമെന്ന് പറയുന്നു. ആകെ 13 ഇതിൽ കൊളശ്ശേരി കണ്ണൂർ ഭാഗത്താണ്, കുമ്പളം എറണാകുളത്ത്, അതേപോലെ തന്നെ തിരുവല്ലം തിരുവനന്തപുരം ഭാഗത്ത്, വെട്ടിച്ചിറ മലപ്പുറം ഭാഗത്ത്, ഒളവെണ്ണ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിലവിലുള്ള ടോൾ പ്ലാസകൾ തന്നെയാണ്. പുല്ലൂർ പെരിയ കാസർഗോഡ്, തിരുവങ്ങാട് അതായത് കണ്ണൂരിലുള്ള, അഴിയൂർ കോഴിക്കോട്, നാട്ടിക തൃശ്ശൂർ, കൊമ്മാടി ആലപ്പുഴ, ഓച്ചിറ പാരപ്പള്ളി കൊല്ലം ജില്ലയിലും എന്നിവിടങ്ങളിലാണ് പുതിയതായിട്ടുള്ള ടോൾ പ്ലാസകൾ അല്ലെങ്കിൽ ടോൾ പിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ആലപ്പുഴ കടക്കാൻ ശരിക്കും 4 ഈ പറഞ്ഞ പോലെ തന്നെ ടോൾ നൽകേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കുമ്പളത്തെ ടോൾ പ്ലാസയിൽ നമ്മൾ പണം നൽകണമെന്നുള്ളതാണ്. പിന്നാലെ അരൂർ തുറവൂർ ഉയരപ്പാതയിലെ എരമല്ലൂരിലും ആലപ്പുഴ ബൈപ്പാസ് തുടങ്ങുന്ന കൊമ്മാടിയിലും ടോൾ ബൂത്തുകൾ ഉണ്ടാകുമെന്നാണ്. ജില്ലയിലെ തെക്കേ അതിർത്തിയായ കൃഷ്ണപുരത്ത് നിന്ന് 7 കിലോമീറ്റർ പിന്നിടുമ്പോൾ ഓച്ചിറയിലും ഇതേപോലെ തന്നെ ടോൾ കൊടുക്കണം എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിലുള്ള 89 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് വലിയ ഒരു തുക കൊടുക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ ദേശീയപാതയുടെ ഈ ഒരു പണികൾ നമുക്ക് കാണാം. എത്ര രസകരമായിട്ടാണ് തെളിഞ്ഞ ആകാശത്തിൽ. നമ്മൾ നേരത്തെ എടുത്തൊരു വീഡിയോ ആണ്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ യൂസ് ചെയ്യുന്നു. ആലപ്പുഴ ഭാഗത്തേക്കുള്ള അല്ലെങ്കിൽ ആലപ്പുഴയിലുള്ള വീഡിയോ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണേലും ഈ സാധാരണ 30 കിലോമീറ്റർ ഒക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോള് വരുന്നത്. ഇവിടെ 30 ശരിക്കും 60 കിലോമീറ്ററാണ് ശരിക്കും ദേശീയപാതയിൽ ടോള് വരുന്നത്. ഇവിടെ പക്ഷേ 30 കിലോമീറ്റർ നമ്മുടെ ഈ എറണാകുളം മുതൽ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ഉയരപ്പാത വഴി പോകുന്നവർക്ക് ഉയരപ്പാതയിലെ ഒരു ടോൾ ബൂത്ത് ഉൾപ്പെടെ 3 ടോൾ നൽകേണ്ടി വരുമെന്നുള്ളത് ഉറപ്പിക്കുക തന്നെയാണ്. പറവൂർ തുറവൂർ റീച്ചിൽ കൃപാസനം ജംഗ്ഷനിലും അരൂർ തുറവൂർ ഉയരപ്പാതയിൽ എരമല്ലൂരിലുമാണ് ഓരോ ടോൾ പ്ലാസകൾ അല്ലെങ്കിൽ ടോൾ ബൂത്തുകൾ വരുന്നത് പുതിയതായിട്ട്. എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ അരൂരിനപ്പുറത്ത് കുമ്പളത്ത് നിലവിലെ ടോൾ പ്ലാസയുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അടുപ്പിച്ചാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇത് വരും. അതൊരു പക്ഷേ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളുമൊക്കെ വരും ഇതിനു വേണ്ടി എന്നുള്ള പ്രതീക്ഷിക്കുന്നു. അതോടെ അതൊക്കെ മാറണം. ശരിക്കും ഇത്ര അടുപ്പിച്ച് ടോൾ വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം വേറെ എങ്ങും അതിനിടയിൽ കയറാനുള്ള വഴികളൊന്നുമില്ല. അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ആളുകൾക്കാണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ഒരു 30 കിലോമീറ്റർ പോകാൻ 2 ടോൾ കൊടുക്കേണ്ട ആവശ്യങ്ങളില്ല. അല്ലെങ്കിൽ ഒരിടത്ത് കൊടുത്താൽ രണ്ടാമത്തെ കൊടുക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ വലിയ രീതിയിൽ അത് ചൂഷണമായി മാറുമെന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നവർക്ക് ഓച്ചിറയിലെ ഒരു ടോൾ ബൂത്ത് മാത്രമേ കടക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത എടുത്തു പറയാനുള്ളത്. ശരാശരി 60 കിലോമീറ്റർ ഇടവിട്ടാണ് ദേശീയപാതയിൽ ടോൾ പ്ലാസകൾ സ്ഥാപിക്കാറുള്ളത്. എന്നാൽ ജില്ലയിൽ നമ്മുടെ എറണാകുളം ജില്ല ആലപ്പുഴ ജില്ല കണക്ഷൻ വരുമ്പോൾ 30 കിലോമീറ്റർ പരിധിയിലാണ് ഉള്ളത്. എന്താണേലും ഓച്ചിറയ്ക്ക് സമീപം കൃഷ്ണപുരത്ത് നിന്ന് തുടങ്ങുന്ന അരൂർ വരെയുള്ള 96 കിലോമീറ്ററാണ് ജില്ലയിലൂടെ ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ടോൾ ബൂത്തുകൾ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. അരൂർ തുറവൂർ ഉയരപ്പാത, തുറവൂർ പറവൂർ കൊറ്റുകുളങ്ങര കൊല്ലം ജില്ലയിൽ കൃഷ്ണപുരം വരെയുള്ള സ്ഥലങ്ങളാണ്. എന്നിവിടങ്ങളെ 4 റീച്ചുകളിലായിട്ടാണ്
നിർമ്മാണം നടക്കുന്ന കൊറ്റകുളങ്ങര കൊല്ലം റീച്ചിലെ ടോൾ ബൂത്ത് ജില്ലയുടെ അതിർത്തി പ്രദേശമായ ഓച്ചിറയിലാണ് എന്നുള്ളതാണ്. ആവശ്യമായ ദൂരപരിധി ഇല്ലാത്താൽ പറവൂർ കൊല്ലം റീച്ച് ടോൾ ബൂത്ത് ഇല്ല എന്നുള്ളതും എടുത്തു പറയുന്നുണ്ട്. ഇന്ന് പ്രധാനമായി വന്നിരിക്കുന്ന വാർത്തകളിൽ ഒന്നാണിത്. എന്തായാലും ഇവിടെ നമുക്ക് അറിയാം വലിയ ഒരു കോസ്റ്റ്. നമ്മളിപ്പോൾ പലരും പറയുന്നുണ്ട് ഇന്ന പാർട്ടി വന്നുകൊണ്ട്, കേരളം ഭരിക്കുന്ന പാർട്ടി വന്നതുകൊണ്ട്, കേരളം ഭരിച്ചിരുന്ന പാർട്ടി വന്നുകൊണ്ട്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി വന്നുകൊണ്ട് ഇങ്ങനെ റോഡ് വികസനം ഉണ്ടായെന്ന് പറയുമ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള കാശാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ഒരു കോർഡിനേറ്ററായി നിൽക്കുന്നു. ജനങ്ങളാണ് ഇവിടെ എല്ലാം എന്നുള്ളത് ആരും മറക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ കയ്യിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഓരോ യാത്രയിലും നമ്മൾ ചിലവാക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന കാശ് തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ മുതലാളിമാർ എന്നുള്ളതും മറക്കാതിരിക്കുക. അതിനനുസരിച്ച് വൃത്തിയും കാര്യങ്ങളുമായി പോവുക. അതേപോലെ പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിച്ചും അല്ലെങ്കിൽ നേരെ നിൽക്കേണ്ടടുത്ത് നിന്നുമൊക്കെ തന്നെ പോവുക എന്നുള്ളതാണ്. പലരും പല ആളുകളുടെയൊക്കെ ചിന്താഗതി എങ്ങനെയാണ്, ഇന്നൊരു പാർട്ടി വന്നാൽ അതാ ഏത് പാർട്ടിയെന്നൊന്നുമില്ല, ഏത് പാർട്ടിയാണേലും അതെല്ലാം ജനങ്ങളുടെ ഇതിലൂടെയാണ്. പിന്നെ അതിൽ ഇപ്പോൾ ദേശീയ പാർട്ടി അല്ലെങ്കിൽ നമുക്ക് കേന്ദ്ര ഭരിക്കുന്ന BJP ആണെങ്കിൽ അവരുടെ ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ് ഇത്രയും ഗംഭീരമായിട്ട്, മോദിജിയുടെ അതേപോലെയുള്ളൊരു ഗംഭീര ഇനീഷ്യേറ്റീവ് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നത്. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റോഡൊക്കെ ഇവിടെ വന്നത്. ഇപ്പോൾ ഭരിക്കുന്ന VD സതീശൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള കോൺഗ്രസിൻ്റെയും ഇപ്പോൾ അത് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഏത് പാർട്ടി വന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ കാശ് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗംഭീരമായി വർക്കുകൾ നടക്കട്ടെ. പക്ഷേ ടോള് ഏകദേശം വരുമ്പോൾ വലിയ എമൗണ്ട് തന്നെ വരും. ഒരു പക്ഷേ പലർക്കും താങ്ങാനാവുന്നതിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 300 തൊട്ട് 500 രൂപ വരെയൊക്കെ, അതായത് കാസർഗോഡ് തൊട്ട് എറണാകുളം വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ പോകുമ്പോൾ അതിന് മുകളിലേക്ക്, ഒരു പക്ഷേ അതിനും മുകളിലേക്കുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സെർച്ച് ചെയ്തും കാര്യങ്ങളുമൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള എമൗണ്ടൊക്കെ കാണിക്കുന്നു. എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ടോൾ 900 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാർ യാത്രയ്ക്ക് ടോൾ 917 രൂപ കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു പത്രവാർത്ത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാരോട് വരെയുള്ള 645 കിലോമീറ്റർ നീളത്തിലെ ദേശീയപാത 66ൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടൊപ്പം ഈ ഒരു ദൂരങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ അത്രത്തോളം വേണ്ടി വരുമെന്നുള്ളതാണ്. അങ്ങനെ ഇതിപ്പം കാറിൻ്റെ മാത്രമാണ്. ഇതുപ്രകാരം കാറിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ കിലോമീറ്റർ സഞ്ചരിക്കാൻ 65 പൈസയാണ് നൽകേണ്ടതെന്നാണ്. ചെറിയ ഇരുചക്ര വാഹനങ്ങളൊന്നും ഇതിലെ കയറ്റി വിടില്ല എന്നുള്ളത് നമുക്കറിയാം. 3 ചക്ര വാഹനങ്ങളും വിടില്ല. ഇവിടെ മിനി ബസ്സുകൾക്ക് തുടങ്ങിയവയ്ക്ക് 1 രൂപ 5 പൈസയാകുമെന്നുള്ളതും ട്രക്കുകൾക്ക് 2.20 രൂപ 20 പൈസയാകുമെന്നുള്ളതുമാണ്. മൾട്ടി ആക്സൽ വാഹനങ്ങൾക്ക് 3.45, അതായത് 3 രൂപ 45 പൈസയാകുമെന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പത്രങ്ങളിലുമൊക്കെ വരുന്ന മെയിനായിട്ടുള്ള വാർത്തകൾ എന്ന് തന്നെ പറയാം. എന്താണേലും നമുക്ക് ടോൾ പ്ലാസയിലെ നമുക്ക് ഇപ്പോൾ പന്തീരുകാവ് ടോൾ പ്ലാസയിൽ നാഷണൽ ഹൈവേ അവിടുത്തെ ഒരു പിക്ചർ കിട്ടിയേക്കുന്ന അനുസരിച്ച് കാറ് ജീപ്പൊക്കെ സിംഗിൾ ജേണിക്ക് 130 നമുക്കറിയാം. ഇപ്പോൾ തൃശ്ശൂർ പോകണമെങ്കിൽ എത്ര രൂപ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നതെന്നറിയാം. അതേപോലെ തന്നെ LMVക്ക് 130, റിട്ടേൺ വരികയാണെങ്കിൽ 190, LMV റിട്ടേൺ ഉണ്ടെങ്കിൽ 310 എന്നുള്ളതാണ്. ബസ്സുകൾക്ക് 435, 3 ആക്സിൽ വണ്ടികൾക്ക് 475, ഹെവി കൺസ്ട്രക്ഷൻ മെഷീനറിക്ക് 680, ഓവർസൈസ്ഡ് വെഹിക്കിളിന് 830 രൂപയുമൊക്കെയാണ് ഇപ്പോൾ സിംഗിൾ ജേണിക്ക് വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം എടുത്ത് നമുക്ക് ഇനിയും അറിയേണ്ട കാര്യങ്ങൾ വേറെ ഒന്നുമല്ല. ഈ 6 വരിയുടെ മുകളിൽ കൂടെ പോകുന്നതാണോ, അതല്ലാതെ നമുക്കിപ്പോൾ ആലപ്പുഴയൊക്കെ പോകുമ്പോൾ അങ്ങനെ പോകണം എന്നില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് സർവീസ് റോഡുകളിലൂടെയൊക്കെ പോകാനുള്ള വകുപ്പുണ്ടാകും. അതോ ഈ പറഞ്ഞ പോലെ തൃശ്ശൂരൊക്കെ കാണിക്കുന്ന പോലെ ടോള് വരുമ്പോഴത്തേക്ക് അടച്ചിട്ട് എന്താണെങ്കിലും ടോളിൽ കൂടെ പോകേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ തുറന്നു കഴിയുമ്പോൾ കാണാം. എന്നിരുന്നാലും എടുത്ത് പറയേണ്ട കാര്യം, ഈ 6 വരിയിലൂടെ പോകുമ്പോൾ നമ്മൾ ലൈൻ ട്രാഫിക് ശരിക്കും പാലിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. പലർക്കും നമുക്കറിയില്ല ഇതിനകത്തിലൂടെ എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത്. അതിന് തീർച്ചയായും ഗവൺമെൻറ് മുൻകൈയെടുത്ത് അതിനുള്ള ഒരു പാഠ്യപദ്ധതി ഒന്നെങ്കിൽ TV കളിലൂടെയും സീരിയൽ കാണുമ്പോൾ സീരിയലിനിടയിലുമൊക്കെ ഒന്ന് കാണിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം
റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഫൈൻ അടിക്കുന്നതിലല്ല കാര്യം, അതിന് ബോധവൽക്കരണം നടത്തി ആളുകളെ സ്ഥിരമായി പഠിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും ആവശ്യം. അതിന് TV പ്രധാനമായും സീരിയലൊക്കെ നടക്കുന്ന സമയത്ത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതുണ്ടാവും, സിനിമാ തിയേറ്ററുകളിൽ കൊണ്ടുവന്നാൽ ഉണ്ടാവാം, യൂട്യൂബ് ചാനലുകളിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നുള്ളതൊക്കെയാണ്. അപ്പം ഏറെയും ആളുകളിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബാക്കി നിങ്ങൾക്ക് കാഴ്ചകൾ ഒന്ന് ആസ്വദിക്കാനായി നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണാം, നമ്മളിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നേരെ ആലപ്പുഴ ബൈപ്പാസിലേക്കൊക്കെയുള്ള ആ ഒരു വഴിയിലേക്കുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ 25 മുതൽ 40 വർഷമെടുത്തു ഇങ്ങനെയൊരു റോഡ് ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ഈ ഒരു മേൽപ്പാലം, ഈ ഒരു ആലപ്പുഴ ടൗണിൽ കയറാതെയുള്ള ഈ ഒരു പാതയ്ക്ക് വേണ്ടി ജനങ്ങൾ അത്രത്തോളം കാത്തിരുന്നു. ഒരുപക്ഷെ അന്നൊക്കെ ഇത് നടത്താൻ വലിയ പാടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഇത്രയും ദൂരത്തോടെ തീരദേശത്തോടെ കൊണ്ടുപോവുക, ഇത്രയും വലിയ പില്ലറിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോവുക മലയാളത്തിന് അല്ലെങ്കിൽ കേരളത്തിൽ സാധ്യമായ ഒരു കാര്യമായിരുന്നു എന്ന്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സാധ്യമായിരുന്നു, പക്ഷേ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു ബൈപ്പാസ്. ഏകദേശം 5 6 അല്ലെങ്കിൽ മാക്സിമം ഒരു 8 വർഷത്തിനിടയിലാണ് ഈ ബൈപ്പാസ് വന്നത്. ഈ ബൈപ്പാസ് വന്ന് അതിൻ്റെ പാരലായി 6 വരി വരാൻ നിമിഷ നാളുകൾ അല്ലെങ്കിൽ 1 2 വർഷങ്ങൾ കൊണ്ടത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ആലപ്പുഴക്കാരുടെ മാത്രമല്ല, ആലപ്പുഴ വഴി പോകുന്നത് എറണാകുളം ദേശത്തിൽ നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു മോഹമായിരുന്നു പഴയ ആളുകളുടെയൊക്കെ ഈ ഒരു ബൈപ്പാസിലൂടെ യാത്ര ചെയ്യണമെന്നുള്ളത്. പലപ്പോഴും നമ്മൾ ആലപ്പുഴ ടൗണിൽ ടച്ച് ചെയ്ത് ശവക്കോട്ടപ്പാലത്തിലൂടെയും അല്ലെങ്കിൽ ശരിക്കും കളക്ട്രേറ്റിൻ്റെ അടുത്ത് ചെന്ന് ഇടത്തോടെടുത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ ചെന്നൊക്കെ ആയിരുന്നു. ഭയങ്കര ട്രാഫിക് തന്നെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്ന് വെള്ളക്കിണർ കഴിഞ്ഞ് നേരെ ചെന്ന് അവിടെയായിരുന്നു മെഡിക്കൽ കോളേജ്. അവിടുന്ന് പിന്നെ വലത്തോട്ട് പോകേണ്ടി വരുന്നു. അപ്പോൾ ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങളും എല്ലാം ചേർന്ന് വരുമ്പോൾ വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇന്ന് നമ്മൾ വൈറ്റില ജംഗ്ഷനിലൊക്കെ കാണുന്നതിന് സമാനമായ ഒരു തിരക്ക്, അത് പ്രത്യേകിച്ച് ശനി ഞായർ അവധി ദിനങ്ങളിൽ ഭീകര തിരക്ക് തന്നെയായിരുന്നു. ഏകദേശം കളർകോട് മുതൽ SD കോളേജിൻ്റെ ഭാഗത്തു നിന്നും മുതൽ ഏകദേശം ടൗണിലേക്ക് വരെ ഭയങ്കര ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു പാത വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞു. 6 വരിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു പാത 2 വരിയാണെങ്കിലും പുതിയത് ഇപ്പോഴത്തെ നമുക്ക് കാണാൻ കഴിയുന്ന അതിൻ്റെ പണികൾ ഏറെക്കുറെ തീർന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് സ്പാനുകളൊക്കെ താഴെ വീണ ആക്സിഡൻ്റ് ഉണ്ടായ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. എന്നിരുന്നാലും അതിൻ്റെ ഹൈറ്റുമൊക്കെ കൂടി അവിടെ 3 വരിയിലൂടെയാണ് ശരിക്കും ഈ ഒരു യാത്ര വരുന്നത്. എന്തായാലും ആലപ്പുഴയുടെ മനോഹാരിത തന്നെ മാറുകയാണ്. ഈ ഒരു സൈഡിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ കടലാണ്. അതൊരു വേറെ ഒരു ദൃശ്യം തന്നെയാണ്. അതൊരു എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് ഒരു രക്ഷയും ഇല്ലാത്ത, അതായത് അറിയാതെ നമ്മുടെ കണ്ണ് വണ്ടി ഓടിക്കുമ്പോഴും ആ സൈഡിലേക്ക് പോകും. പക്ഷേ അശ്രദ്ധ പാടില്ല, സൂക്ഷിച്ച് പോകണം. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള, അതായത് വലതുവശത്ത് കടലാണ്. അതായത് ഈ ഒരു പാതയിലൂടെ പോയിരിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അത്ര മനോഹരമായ ഒരു വഴി തന്നെയാണ് ഇത് എന്നുള്ളതാണ്. ഇത് നേരെ ചെന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ ഇതിൽ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം, നേരെ SD കോളേജ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ നിന്നും നമുക്ക് പിന്നീട് 6 വരിയുടെ പാത ഗംഭീരമായി നടക്കുന്നു. വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ഏകദേശം ഈ വർഷം അവസാനത്തോടെ ഈ പാതകളെല്ലാം തുറക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ ജില്ലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിഭീകരമായി, അതിഗംഭീരമായി, അത്യന്തം വേഗത്തിൽ പണികൾ തീർന്നു വരുമ്പോൾ തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ ഇഴഞ്ഞു നീങ്ങുന്ന പണികളാണ്. എറണാകുളം മുതൽ, പ്രത്യേകിച്ച് എറണാകുളം ആണ് ഏറ്റവും താമസിച്ച് പണികൾ മുന്നോട്ട് പോകുന്നത്. ലുലു മോൾ ആ ഒരു ഭാഗത്തൊക്കെയാണ്, ഒബ്രോൺ മാൾ, ലുലു മാൾ ഭാഗത്താണ് ഏറ്റവും താമസം എന്നുള്ളത് പറയാം. ഇവിടെ അരൂർ തുറവൂരൊക്കെ ഏകദേശം പണികൾ കഴിഞ്ഞു. അവിടെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. തുറവൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങി ലാൻഡിങ് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. ആലപ്പുഴ ജില്ലയിലേക്ക് പോകുമ്പോൾ കൂടുതലും മണ്ണിട്ട് ഉയർത്തി നിൽക്കുന്ന കാര്യങ്ങളും ഹരിപ്പാട് ഭാഗത്തേക്കൊക്കെ പോകുന്നു. അടുത്ത ദിവസം നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എറണാകുളം മുതൽ ഹരിപ്പാട് വരെയുള്ള ഒരു കാഴ്ച നമ്മൾ കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സഹകരണങ്ങൾ വേണം.
നല്ല ലെവലിലുള്ള വാച്ചിങ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കൊരു പ്രോത്സാഹനമായിരിക്കും. ഒരു കുഞ്ഞു ചാനലായി നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളുടെ സഹകരണത്തോടെ, നിങ്ങളുടെ ഇഷ്ടത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നല്ല ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ ഒട്ടും കട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തതാണെങ്കിൽ പോലും കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ അടുത്ത വീഡിയോയിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ നമ്മൾ ആ ഒരു വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിൽ എത്രത്തോളം മാറ്റങ്ങളുണ്ടെന്നൊക്കെ ഒന്ന് കാണാൻ കഴിയും. എന്തായാലും ഇവിടെ ടോൾ പ്ലാസയുടെ കഥകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ യൂസ് ചെയ്തത്. എന്തായാലും തെളിഞ്ഞ ആകാശവും ഈ റോഡും ഒക്കെ കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ദേശത്തൂടെ പോകുന്നു, നമ്മളുടെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. പക്ഷേ ഏറ്റവും മനോഹരമായ, ലോകത്തെ ഏറ്റവും നമ്മൾക്ക് സുന്ദരമെന്ന് പറയാനുള്ളത് നമ്മളുടെ കേരളം തന്നെയാണ്, നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലം തന്നെയാണ്. അതിൻ്റെ മനോഹാരിത നമ്മളിങ്ങനെ പോകുമ്പോൾ കൂടുതൽ അടുത്തറിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളുമൊക്കെ ഒന്ന് മാറിയിരുന്നുവെങ്കിൽ അത് വേറെ ഒരു തലത്തിലേക്ക് നമ്മളെ എത്തിക്കും. പിന്നെ എടുത്തു പറയാം, നമ്മളുടെയൊക്കെ സ്വഭാവം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. റോഡിലൂടെ പോകുമ്പോൾ നമ്മൾക്കൊക്കെ എവിടുന്നോ ഒരു ധാർഷ്ട്യം വരുന്നു, ഞാൻ പോയിട്ട് നീ പോയാൽ മതി എന്നുള്ളതോ, അല്ലെങ്കിൽ എന്തൊക്കെയോ ആയിട്ടുള്ള ഒരു ധാർഷ്ട്യം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ, ഒരു കാൽനടക്കാരനാണെങ്കിൽ പോലും അഹങ്കാരം കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് വാഹനത്തിൽ പോകുമ്പോൾ തിരിച്ച് അതിനും വലിയ വാശിയുമായി നമ്മൾ പലരും പോകുന്നത് നമുക്ക് റോഡിലൂടെ കാണാൻ കഴിയുന്നു. അതായത് സഹാനുഭൂതിയോ സഹിഷ്ണുതയോ ഒന്നുമില്ലാത്ത ഒരു കാര്യത്തിലൂടെ തന്നെയാണ് ഇന്ന് റോഡിലൂടെയുള്ള യാത്ര. ഒരു ആൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും ഇന്ന് കാണുന്നതാണ്, അയാളൊന്ന് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ആ വണ്ടി ദൂരെ നിന്നാണ് വരുന്നതെങ്കിലും, പ്രത്യേകിച്ച് കാറുകാരെയാണ് എടുത്ത് പറയാനുള്ളത്. ലോറിക്കാരൊക്കെ എത്രയോ ഭേദമെന്ന് തന്നെ പറയാം. സ്പീഡ് കൂട്ടി പോകുന്നു ഒരു കാര്യം. ബൈക്കുകാരും അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒന്നും കാര്യം നമുക്ക് അറിയാവുന്നതാണ്, അവരൊരിക്കലും ബ്രേക്കില്ലാത്ത മോഡിലേ പോകാറുള്ളൂ എന്നുള്ളതും. എന്താണേലും അതൊക്കെ ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും. കാരണം നമ്മളുടെയൊക്കെ തന്നെയല്ലേ ജീവിതം. റോഡിലിറങ്ങുന്നത് ഞാനോ നിങ്ങളോ മാത്രമായിരിക്കില്ല. നിങ്ങൾ ഓടിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കണ്ട്, നമ്മളെല്ലാവരും മലയാളികളല്ലേ, ആ ഒരു പഴയ രീതിയിലേക്ക് വരിക. സ്വഭാവത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ വന്ന് വൃത്തിയായി മര്യാദ രൂപേണ വാഹനങ്ങളൊക്കെ ഓടിച്ചാൽ ചെറിയ രീതിയിൽ, ഇപ്പോൾ ഒരു നടന്നു പോകാൻ ഒരാൾക്ക് ഇത് അവസരം കൊടുക്കുക, ഒരു വണ്ടി ഒന്ന് അറിയാതെ മുന്നിൽ കയറിയാൽ അവിടെ ഒന്ന് ക്ഷമിച്ച് കയറിപ്പോവുക. നമുക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടായിരിക്കാം നമ്മൾ മുന്നോട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കാം സ്ട്രെസ്സും കാര്യങ്ങളുമൊക്കെ വരുന്നത്. എന്നിരുന്നാലും റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നമ്മളുടെ വാശികൾ ഒരു ജീവന് തന്നെ ആപത്താകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ ദേഷ്യവും വാശിയുമൊക്കെ ഒന്ന് മാറി ഒന്ന് സമാധാനത്തോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാനുള്ളത് അത് തന്നെയാണ്. മനോഹരമായ ഒരു യാത്രയും സന്തോഷകരമായ ഒരു യാത്രയും കിട്ടുമെന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ ദീർഘിക്കുന്നില്ല, നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം. തുടർന്ന് സഹകരണം ഉണ്ടാകണം, എന്നാലേ അടുത്ത വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നമ്മൾ ST കോളേജും കഴിഞ്ഞ് മുന്നോട്ട് അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ഹരിപ്പാട് ഭാഗത്തേക്ക്, അമ്പലപ്പുഴ ഭാഗത്തേക്കൊക്കെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക്